Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Yes, good morning, Sri Lakshmi, Sarah, and Dinny. How are you all? Good. Good. Very good. Yes. So let's start. അപ്പൊ തുടങ്ങാം. നമുക്കധികം സമയം കളയാനില്ല. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും എല്ലാ ദിവസവും പറഞ്ഞ് ഇനിയും പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. കാരണം ക്ലാസ്സുകളിൽ കുട്ടികളുടെ സ്ട്രെങ്ത് കുറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും നമ്മൾ പറയുന്നുണ്ട്. കുറച്ചൊക്കെ പിള്ളേര് ലേറ്റ് ആയിട്ട് വരുന്നവരും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരുപാട് പ്രശ്നം പറയേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ഇനിയെങ്കിലും കുട്ടികൾ കൂടട്ടെ, അല്ലെങ്കിൽ റെക്കോർഡ്സ് കാണുന്നവർക്ക് സൗകര്യം കിട്ടുന്ന സമയത്തൊക്കെയെങ്കിലും അത് വാച്ച് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ലൈവിൽ കയറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിട്ട് മാത്രം എക്സാം എഴുതുക, ഇന്റർവ്യൂവിന് പോവുക. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ലൈവ് ആയിക്കോട്ടെ, റെക്കോർഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ട് പോകരുത്. Just completing your PG course of HR, you cannot attend that interview. I swear. അത് ഞാൻ പറയാണ്, നിർബന്ധമായിട്ട് ഒരു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമയും എടുത്തു, PGയും എടുത്തു, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, ഞാൻ വേഗം ജോലിക്ക് പോകാം, ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, അവർ ഇന്റർവ്യൂവിന് വിളിച്ചു, പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന് തെളിവുകൾ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. റെക്കോർഡ്സ് കാണുന്നവര് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞങ്ങൾ ഇന്റർവ്യൂവിന് എന്നിട്ട് പാസ്സായില്ല, അവർ ഇന്ന ചോദ്യം ചോദിച്ചു, ഇന്റർവ്യൂ ചോദിച്ചു, വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി ഇല്ല, പറയാനായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാ നമ്മള്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു 10-80 പേരും ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് ചോദിച്ചപ്പോ അതിന് പറയാൻ മറുപടി ഇല്ലെങ്കിൽ ഐ തിങ്ക് ദേ ഹാവ് നോട്ട് യെറ്റ് വാച്ച്ഡ് എനി ഓഫ് ദ റെക്കോർഡിംഗ് ക്ലാസ്സസ്. റെക്കോർഡ് ക്ലാസ് ഒന്നും കാണുക പോലും ചെയ്തിട്ടില്ല, എന്നിട്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തിരിക്കുന്നത്. സോ അതൊരിക്കലും ചെയ്യരുത് എന്ന് വീണ്ടും വീണ്ടും റെക്കോർഡ്സ് കാണും എന്നുള്ള ആ ഒരു രീതിയിൽ ഈ ഒരു HR PGയിൽ ജോയിൻ ചെയ്തവരോട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന 3 പേരോടല്ല കേട്ടോ, നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ ക്ലാസ് റെക്കോർഡ്സ് ആയിട്ട് അവരുടെ കയ്യിലേക്ക് എത്തുമ്പോ എന്നാലെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് എണ്ണത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കാൻ ഫീൽ ഇറ്റ്. ഇവിടെ ആരെയും കാണുന്നില്ല. So, yes, in the last class we were discussing about the implications for the organization to develop human behavior. Human behavior മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്തൊക്കെ implications the organization have to do. It is the manager who have to spend a lot of time, lot of effort to make some judgments about the individuals who are working in the organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ അവരുടെ പെർഫോമൻസ് അല്ലെ അവരുടെ ജോബ് ടാസ്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി, വെദർ ദേ ആർ ഫിറ്റ് ഫോർ ദ റിക്വയർമെന്റ്സ്, നമ്മളുടെ ആവശ്യത്തിന് യോജിച്ചവരാണോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ മാനേജേഴ്സ് ആവശ്യത്തിന് സമയവും കണ്ടെത്തണം, ആവശ്യത്തിന് എഫേർട്ടും അതിനനുസരിച്ച് എടുക്കണം. ദെൻ ഓൺലി എന്നാൽ മാത്രമാണ് വി ക്യാൻ ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഓരോ ആളുകളുടെയും നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള രീതിക്ക് അവരെ വെതുക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് മാനേജേഴ്സ് നല്ല എഫേർട്ട് എടുക്കണം, നല്ല സമയത്തിന് വേണ്ടി കണ്ടെത്തണം. മനസ്സിലായോ? അപ്പൊ ഒരു നല്ല ഓർഗനൈസേഷണൽ പ്ലാൻ, എ ഗുഡ് ട്രെയിനിങ് ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് can provide the individuals to bring or develop their behavior of the organization. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്റെ each and everyone, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ ലേബർ ഫോഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി ഒരുമിച്ചാണ് നമ്മൾ ലേബർ ഫോഴ്സ് എന്നും വർക്ക് ഫോഴ്സ് എന്നും ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ എല്ലാ മെമ്പേഴ്സിന്റെയും ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു നല്ല ഇമ്പാക്ട് അല്ലെങ്കിൽ ഇഫക്ട് എന്തിനുണ്ട്? ഓർഗനൈസേഷന്റെ പ്ലാനിങ്ങിനും അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനും അവരുടെ ഡെവലപ്മെന്റിനും സ്ഥാനമുണ്ട്. മനസ്സിലായി? ഇതാണ് അതിന്റെ ഒരു സമ്മറൈസ്ഡ് രൂപം. ഈ പറയുന്ന കാര്യങ്ങളുടെ ഈ ചാപ്റ്ററിന്റെ സമ്മറൈസ്ഡ് രൂപം അതാണ്. ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അതിലോട്ട് പ്ലാൻ ചെയ്യണം. What type of training have to be given to the employees to develop their behavior, to develop their character for the job requirements. നമ്മളുടെ ജോലിക്ക് ആവശ്യമായ രീതിയിൽ ഇവരുടെ ക്യാരക്ടറുകളെ, ഇവരുടെ പെർഫോമൻസുകളെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് അതിന് വേണ്ടിയിട്ട് പ്രോപ്പർലി ട്രെയിനിങ് കൊടുക്കണം ആൻഡ് ക്യാൻ ബി ഡെവലപ്ഡ് എന്നാണ്
ഇതിന്റെ ഒരു രത്ന ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോ എന്താ പറയാ ഹ്യൂമൻ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. ഏത് കാര്യങ്ങൾക്ക്? ഓർഗനൈസേഷന്റെ പ്ലാനിങ്, ഓർഗനൈസേഷന്റെ പ്ലാനിങ്ങിൽ അവര് എന്താ പറയാ ട്രെയിനിങ്, വേണ്ടത്ര ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതും അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് നമുക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഹ്യൂമൻ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് ഒന്ന് വേഗം അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The last sentence of that paragraph in page number 60. 60ാമത്തെ പേജിലെ ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? എല്ലാവരും നോട്ടൊക്കെ എടുത്തോ കയ്യില്? ആ സെന്റൻസ്, ഓർഗനൈസേഷണൽ പ്ലാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് can have a profound effect on the behavior of the members of the organization. That members is called the employees. ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ് കേട്ടോ, എല്ലാവരും മൊത്തത്തില്. ഓക്കെ, now the next topic നമ്മൾ പറഞ്ഞിരുന്നു personality, and I have already said that you have to just explain some definitions which is given there. അല്ലെ, അവിടെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്ന് ഗോർഡൻ ആൾപോർട്ട് ആണ് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഗോർഡൻ ആൾപോർട്ട് എന്താണ് ഒരു ഡെഫിനിഷൻ പേഴ്സണാലിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്? ആ ഒരു ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്യുന്ന ആ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടാക്കി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. സോ ഇൻ ഹിസ് നെയിം, ആളുടെ പേരിലാണ് അവരുടെ ഡെഫിനിഷൻ അറിയപ്പെടുക. ഇറ്റ്സ് എ ഡൈനമിക് ഓർഗനൈസേഷൻ. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള അറേഞ്ച്മെന്റ്? ഇൻ ദ ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളിലും ഉണ്ടല്ലോ എന്റെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി. ഹൗ വി ഡെവലപ്പ് സച്ച് പേഴ്സണാലിറ്റി? എങ്ങനെയാണ് നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? വിത്ത് ദ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. നമ്മളുടെ മാനസിക ശാരീരിക ഒരു സമ്പ്രദായമുണ്ട്. നമ്മളുടെ മനസ്സും ശരീരവും എന്താ പറയാ മനസ്സിന്റെ ഇതനുസരിച്ചിട്ടാണ് എന്താ പറയാ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മളുടെ ബ്രെയിൻ നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ലൈക്ക് ദാറ്റ് വി വിൽ ആക്ട്. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഫുഡ് ഇരിക്കുമ്പോൾ അതെടുത്ത് കഴിക്കണമെന്ന് ബ്രെയിൻ വിൽ ഗിവ് ദ ഇൻഫോർമേഷൻസ് ടു അവർ ഹാൻഡ്. നമ്മുടെ ഹാൻഡ്സിലേക്ക്, നമ്മുടെ കൈയിലെ വിരൽ തുമ്പുകളിലേക്ക് അവർ ഇൻഫർമേഷൻ വിടും അല്ലെ. ഇത് എടുക്കണം, അത് എടുക്കണം, വായിലേക്ക് വെക്കണം, ഗ്ലാസ് ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്യണം. ആ ഒരു ഇൻഫോർമേഷൻ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കൈകളുടെ ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. ആ ഇൻഫോർമേഷൻ അങ്ങനെ വരുന്നതുകൊണ്ടാണ് വി ആർ ആക്റ്റീവ്. അപ്പൊ നമ്മളുടെ ഫിസിക്കൽ സിസ്റ്റവും സൈക്കോ സിസ്റ്റവുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. സോ അതനുസരിച്ച് നമ്മൾ ഹൗ വി അഡ്ജസ്റ്റ് ടു ദ എൻവയോൺമെന്റ്, നമ്മളുടെ ഒരു ചുറ്റുപാടിനോട് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിത്ത് അവർ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. നമ്മളുടെ മാനസിക ശാരീരിക ആ ഒരു സമ്പ്രദായം വെച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എൻവയോൺമെന്റിനോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്നാണ് ആര് പറയുന്നത്? ഗോർഡൻ ആൾപോർട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു എന്താ പറയാ ഡെഫിനിഷൻ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആൻഡ് സം അതർ ഡെഫിനിഷൻസ് ആൾസോ ഗിവൺ. കുറെ അധികം വേറെ ഡെഫിനിഷൻസും പർട്ടിക്കുലർലി ആരാണത് കൊടുത്തേക്കണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഒരു എന്താ പറയാ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. അത് അണ്ടർലൈൻ ചെയ്യാം. എല്ലാ ഡെഫിനിഷനും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി വേറെയും ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട് പേഴ്സണാലിറ്റി വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹൗ എ പേഴ്സൺ ഇൻഫ്ലുവൻസസ് അതേഴ്സ്. നമ്മളുടെ ഓരോ ഇതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു. ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദം. മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു. എങ്ങനെ? വിത്ത് അവർ ഇന്നർ ആൻഡ് ഔട്ടർ മെഷറബിൾ ട്രെയ്റ്റ്സ്. നമ്മളുടെ ചില സ്വഭാവ ഗുണങ്ങൾ ഉപയോഗിച്ച് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങൾ, ആന്തരികമായിട്ടെന്ന് വെച്ചാൽ ചില ആളുകൾ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ആന്തരികമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന സ്വഭാവ രീതിയായിരിക്കും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പേഴ്സണാലിറ്റി എന്ന് മറ്റൊരു വേർഡ്സിലും അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ടു അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അവരുടെ മെറ്റീരിയൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബാഹ്യമായ ഈ എന്താ പറയാ രൂപം അല്ലെ, ബാഹ്യമായ രൂപം, നമ്മുടെ മുഖം, മുഖത്തിന്റെ ഭംഗി, അല്ലെങ്കിൽ മുഖത്ത് വിടരുന്ന പുഞ്ചിരി, അല്ലെങ്കിൽ കണ്ണുകള്, അങ്ങനെ ഒരുപാട് ബാഹ്യമായിട്ടുള്ള രൂപങ്ങളുണ്ട്. അത് മെറ്റീരിയൽ അപ്പിയറൻസ് ആണ്. അതും നമ്മളുടെ ബിഹേവിയറും എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. എങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാമെന്നാണ് ഈ ഒരു ഡെഫിനിഷനിലൂടെ പറയുന്നത്. ഫ്രം ദിസ് ഡെഫിനിഷൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺസ് മെറ്റീരിയൽ അപ്പിയറൻസ്, ഒരാളുടെ ബാഹ്യമായിട്ടുള്ള ഒരു എന്താ പറയാ അപ്പിയറൻസും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാ പറയാം. എന്റെ പേഴ്സണാലിറ്റി, സി ഇപ്പോ ഐ എം ഡൂയിങ് സം വർക്ക് വിത്ത് സം കോൺഫിഡൻസ്.
In this, there is some material appearance which give me confidence. എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസ് നൽകുന്നത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ അപ്പിയറൻസിലാണ്. ഡ്രസ്സിംഗ് ആയിരിക്കാം, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കാം. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന നമ്മുടെ മെറ്റീരിയൽ അപ്പിയറൻസിൽ നിന്നാണ്. അത് പല ആളുകൾക്കും അതൊരു പേഴ്സണാലിറ്റിയാണ് അവരവരുടെ. സോ എല്ലാവരും ഒരേ പേഴ്സണാലിറ്റിയാണ്, യുണീക്ക് പേഴ്സണാലിറ്റീസ് ആണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. എനിക്ക് എന്റെ പേഴ്സണാലിറ്റി, ഇവിടെ ഇരിക്കുന്ന സാറയുടെ പേഴ്സണാലിറ്റി, ഡിന്നിയുടേത്, ശ്രീലക്ഷ്മിക്ക് അവരുടേത്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് അവരുടെ ബിഹേവിയർ എഫക്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ അപ്പിയറൻസും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. മനസ്സിലായോ? അത് മറ്റൊരു എന്താ പറയാ പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയാ, ഇത് എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് that a person exhibits. ഒരു വ്യക്തി പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന പ്രദർശിപ്പിക്കുന്ന ചില തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ ആണ്. അതിനെ മെഷർ ചെയ്യുന്ന ഒന്നുകൂടിയാണ് നമ്മളുടെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പേഴ്സണാലിറ്റീസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു മെർജ് പെർസെപ്ഷൻ, ലേണിംഗ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓഫ് എ ടോട്ടൽ പേഴ്സൺ. ഒരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവരുടെ എന്താ പറയാ ധാരണകൾ, അവരെ കുറിച്ചുള്ള ധാരണകള്, അവരെ കുറിച്ചുള്ള അറിവുകള്, അവരുടെ വാല്യൂസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മെഷർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യന്ത്രം അല്ലെങ്കിൽ വാഹനം എന്നൊക്കെയാണ് ഇവിടെ പേഴ്സണാലിറ്റിക്ക് മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ. ഒന്നാമത്തെ ഡെഫിനേഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഒരു ഡെഫിനേഷൻ കൂടി നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഒന്നല്ല, രണ്ട് കുഞ്ഞു സെന്റൻസ് ആണ്. See, personality is the summit of experience and genetic influences. ഇനി പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മിറ്റ് ഓഫ് എക്സ്പീരിയൻസിനുള്ള ഒരു കൂട്ടം. നമ്മൾ ചെറുതിലെ തുടങ്ങി ആയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് വലുതാകുമ്പോഴും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചെറിയ പ്രായത്തിൽ നമ്മൾ ചൈൽഡ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സുമായിട്ട് മാത്രമേ നമ്മൾ ഇടപഴകുന്നുള്ളൂ. ബട്ട് വെൻ വി ആർ ഇൻ എ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലേക്ക് സ്കൂൾസ്, കോളേജസ്, മറ്റു വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വി വിൽ ഗെയിൻ മെനി എക്സ്പീരിയൻസസ് ഫ്രം ദം. ആ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ നമ്മുടെ ജനറ്റിക് ഇൻഫ്ലുവൻസും എന്ന് വെച്ചാൽ നമ്മുടെ ജീനിലുള്ള നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അതും പേഴ്സണാലിറ്റി തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി എഫക്ട് ചെയ്യുന്നത് ലൈക്ക് പേഴ്സണൽ ലൈഫ് ഹീസ് വർക്കിംഗ് ആണ്. അവരുടെ പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതവും മാത്രമല്ല, അവൻ എവിടെ ജോലി ചെയ്യുന്നു, എവിടെ അവന്റെ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൂടി ബേസ് ചെയ്യുന്നുണ്ട് അവരുടെ പേഴ്സണാലിറ്റിയെ. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഏത് സിറ്റുവേഷനിൽ ജോലി ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്രഷനിൽ, ചിലപ്പോൾ നമ്മുടെ ജോലി വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും വളരെ നല്ലതല്ല, വളരെ മോശമായ വർക്കിംഗ് കണ്ടീഷൻസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അതനുസരിച്ച് പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും ചിലപ്പോ. മനസ്സിലായി? നമ്മള് നല്ല രീതിയിൽ ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്, പക്ഷെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ദ പേഴ്സണാലിറ്റി മേ ഓൾസോ ചേഞ്ച്. അതാണ് ഇവർ പറയുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി അഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഒന്ന് പേഴ്സണൽ ലൈഫും they are working, എവിടെ നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ളതും എന്ത് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയെ നിശ്ചയിക്കുന്ന ഘടകങ്ങളാണ്. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് എന്താ പറയാ ഡെഫിനിഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ലൈക്ക് ദാറ്റ് നിങ്ങൾ ഈ ലാസ്റ്റ് രണ്ട് സെന്റൻസും ഇൻവെർട്ടഡ് കോമയിൽ രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഴ്സണാലിറ്റി is the summit of experience and genetic influences. വീണ്ടും പേഴ്സണാലിറ്റി is affected by the personal life and the work is വർക്കിംഗ് എന്നുള്ളത്. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. സോ 3 സെന്റൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കണം. ബാക്കി ഇടയിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഒരുപാട് പല രീതിയിലുണ്ട്. ഇപ്പൊ പല ആളുകളും അവരവരുടേതായ ഐഡിയ ഉപയോഗിച്ച് ഓരോ പേഴ്സണാലിറ്റിക്ക് ഓരോ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് കുറച്ച് ഡെഫിനേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻസ് ആണ് നിങ്ങളോട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? പോകട്ടെ അടുത്തതിലേക്ക്. വെറുതെ നമ്മൾ കുറെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക്, ഇതൊക്കെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, അത് മനസ്സിലാക്കുക. എന്റെ വ്യക്തിത്വം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാം, വാട്ട് ഈസ് മൈ പേഴ്സണാലിറ്റി? എനിക്ക് എന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഒന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒരു വിഷൻ, അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ
അവരിൽ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സൊസൈറ്റിയിൽ വരെ ഇൻവോൾവ് ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഞാൻ ഇൻവോൾവ് ആകുമ്പോൾ ഹൗ ഈസ് മൈ ബിഹേവിയർ, എന്റെ ബിഹേവിയർ എന്താണ്, ഞാൻ വളരെ കൺട്രോൾഡ് ആണോ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോട് കൂടിയാണോ അവിടെ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ സ്വയം നമ്മൾ ചോദിച്ചു നോക്കിയാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മൈ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ പേഴ്സണാലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ചില ഡിറ്റർമിനൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പേഴ്സണാലിറ്റിയെ അളക്കുന്ന ചില അളവുകൾ എന്ന് നോക്കാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് റിസൾട്ട് ഓഫ് നമ്മുടെ പേഴ്സണാലിറ്റി. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ചില കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ലൈക്ക് ഹിയറിഡിറ്റി. എന്താ ഹിയറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം ഇല്ലേ? പേഴ്സണാലിറ്റി പാരമ്പര്യത്തിൽ നിന്ന് കിട്ടൂലേ? കിട്ടോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞേ, കിട്ടോ? ഇല്ല, യെസ് കിട്ടും. പിന്നെ ഒന്ന് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ജനിച്ചപ്പോഴേ തന്നെ വന്ന് കുറച്ച് ഒരു ശിശുക്കളായി ഇൻഫന്റ് അല്ലെ, നടക്കാനും ഓടാനും ഒക്കെ നടക്കുന്ന പ്രായം വരെ 5 വയസ്സ് വരെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അതിനുശേഷം പിന്നീട് 5 വയസ്സൊക്കെ ആകുമ്പോൾ, പണ്ടൊക്കെ 5 വയസ്സിലൊക്കെ ആണോ സ്കൂളിൽ ചേർത്ത്, ഇപ്പൊ അങ്ങനെയല്ല, 3 ആകാൻ നോക്കിയില്ല, വേഗം കൊണ്ടുപോയി സ്കൂളിൽ LKG-യിലോ നഴ്സറിയിലോ ഒക്കെ കൊണ്ടുപോയി ആക്കും. അപ്പൊ ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ they are going to a group, that means സ്കൂൾ. പിന്നെ അവർ പോകുന്ന ഒരു സ്കൂളുകളിലേക്കാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അത് that is the environment, അവരുടെ ആ ഒരു ചുറ്റുപാടാണ്. അപ്പൊ അവിടുത്തെ ചുറ്റുപാടിൽ നിന്ന് ലൈക്ക് അവരുടെ സെയിം ഏജിലുള്ള കുറെ കുട്ടികളെ അവരിൽ നിന്ന് കിട്ടുന്ന ചില പേഴ്സണാലിറ്റീസ്, മനസ്സിലായി, ചില ഘടകങ്ങൾ അവിടെ നിന്നും കിട്ടും. അതും നമ്മൾ എടുക്കും, കുറേയൊക്കെ നമ്മൾ സ്വാംശീകരിക്കും, നമ്മളിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താൻ പോകും. ആൻഡ് ഓൾസോ ദ മെയിൻ തിങ് ഈസ് ദ സിറ്റുവേഷൻ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, എന്താ സിറ്റുവേഷൻ, സാഹചര്യത്തിനനുസരിച്ച്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹിയറിഡിറ്റി, എൻവയോൺമെന്റ്, സിറ്റുവേഷൻ, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു റിസൾട്ട്, ഒരു പ്രോഡക്റ്റ് ആണ് പേഴ്സണാലിറ്റി. നമുക്ക് പാരമ്പര്യമായി കിട്ടിയതും ചുറ്റുവട്ടത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നതും സാഹചര്യത്തിനനുസരിച്ചുള്ള നമ്മളുടെ മാറ്റങ്ങളും, ഇതെല്ലാം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഹിയറിഡിറ്റി ദാറ്റ് മീൻസ് പാരമ്പര്യം. സി, ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിയറിഡിറ്റി എവിടെന്നാ വരിക? ഇറ്റ് ഈസ് ഡിസൈഡഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. ഇത് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? കൺസെപ്ഷൻ, CONCEPTION, എന്താ അത്? ഗർഭധാരണം. ഒരു കുട്ടിയെ നമ്മൾ ഗർഭത്തിൽ ധരിക്കുമ്പോഴേ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ രൂപപ്പെടാൻ തുടങ്ങുന്നത്. കുട്ടിയെ ഗർഭധാരണ അവസ്ഥയിൽ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പഠനങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചേഴ്സ് ഒക്കെ നടത്തിയ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് ഒന്ന് നോക്ക്. ചെറിയ കുട്ടികളാണെങ്കിൽ നോക്കാൻ എളുപ്പമാണ്. കാരണം അവര് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ ഒരു 3-3.5 സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ പ്രായത്തിലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തതാണല്ലോ, ഓർമ്മയുണ്ടെങ്കിൽ വി ക്യാൻ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു അല്ലെ, നമ്മുടെ മെറ്റീരിയൽ ഒക്കെ ചെറുതിൽ ഞാൻ ഇങ്ങനെയാണല്ലോ ഇരുന്നത്, എന്റെ മോളും അല്ലെങ്കിൽ ഓര് അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഗർഭാവസ്ഥയിൽ തന്നെ എന്താ പറയാ, ചില പേഴ്സണാലിറ്റിയുടെ ചില ഫാക്ടേഴ്സ് ഒക്കെ രൂപപ്പെടുന്നത് മനുഷ്യരിൽ എന്നാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഗർഭധാരണത്തിലേ ഉണ്ട്. പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ജനിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയാ ഭൗതികമായിട്ടുള്ള നമ്മുടെ അപ്പിയറൻസ്, പിന്നെ നമ്മുടെ നേച്ചർ, നമ്മുടെ സ്വഭാവ രീതികള്, നമ്മുടെ എനർജി ലെവല്, പിന്നെ നമ്മുടെ ബയോളജിക്കലായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ എന്താ പറയാ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അച്ഛന്റെയോ മുത്തച്ഛന്റെയോ അങ്ങനെയൊക്കെ ചിലർ പറയുമല്ലോ, ഇതെല്ലാം ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഓൺ പാരന്റ്സ്. ഇത് എവിടെ കിട്ടണേ? ഈ ഹിയറിഡിറ്റി എവിടെ നിന്ന്? സ്വന്തം വീട്ടിലാണോ? അല്ല, നമ്മളുടെ സ്വന്തം പാരന്റ്സിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ചില സ്വഭാവ സവിശേഷതകള്, പിന്നെ നമ്മളുടെ എനർജി ലെവല്, നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നേച്ചർ, ഇതൊക്കെ ചിലപ്പോ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ചില പറയില്ലേ, ജഡ്ജ് ചെയ്യുമ്പോൾ കുട്ടി അച്ഛന്റെ പോലെയാണോ ഇരിക്കുന്നത്, അമ്മയുടെ പോലെയാണ്, അമ്മയുടെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അതെന്തുകൊണ്ടാണ്? അവരെ ഒരു പാരമ്പര്യമാണ്, ബ്ലഡ് റിലേഷനിലുള്ള ഒരു ചായയുടെ കുട്ടിക്ക് കാണാൻ സാധിക്കും അപ്പിയറൻസില്, മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി എന്തുണ്ട്, ഒരു പേഴ്സണാലിറ്റി രൂപീകരണത്തിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു എന്താ പറയാ നമ്മളുടെ ഫിസിയോളജിക്കൽ, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഹെറിറ്റൻസ് ആണ്. നമുക്ക് ശാരീരികമായിട്ടും ഒക്കെ കിട്ടുന്ന ചില എന്താ പറയാ സാമ്യങ്ങൾ, അച്ഛന്റെയോ അമ്മയുടെയോ അമ്മയുടെയോ ഒക്കെ ആ ചായകൾ, അത് നമ്മുടെ സൈക്കോളജിക്കൽ രൂപീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓരോ വ്യക്തിയുടെയും. അത് ഉണ്ടാകുന്നത് എങ്ങനെയാ? ഇത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ മോളിക്കുലർ സ്ട്രക്ചർ ആണ്. എന്തിന്റെ? ഓഫ് ദ ജീൻസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ക്രോമസോംസ്. എന്താ ക്രോമസോംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എവിടെയോ കേട്ടിട്ടുണ്ടോ? X ക്രോമസോമും Y ക്രോമസോമും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ സയൻസ് ക്ലാസ്സുകളിലൊക്കെ? യെസ്,
സയൻസ് എടുത്ത് പഠിച്ചവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കൊമേഴ്സുകാർ ഇച്ചിരി ചിലപ്പോൾ ബുദ്ധിമുട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോ ആ സയൻസ് ക്ലാസ് ഒക്കെ 10ലെ ചിലപ്പോൾ നിർത്തിയതാണല്ലോ. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ സയൻസിലൊക്കെ BSc ആണെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ ബയോളജി ഒക്കെ മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കുമ്പോഴൊക്കെയാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. X chromosomes Y chromosomes determines the sex of the child. ഒരു കുട്ടിയുടെ എന്താ പറയാ സെക്സ് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് എക്സും വൈയും ക്രോമസോംസ്. ഇതിന്റെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. XY ക്രോമസോംസ് ഒക്കെ തമ്മിൽ ചേർന്നിട്ടാണ് ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ക്രോമസോംസില് എങ്ങനെയാണോ ജീൻസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതിനകത്തുള്ള ജീനുകൾ അതിന്റെ ആ ഒരു മോളിക്കുലർ സ്ട്രക്ചർ, അതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ എന്താ പറയാ ഉണ്ടാക്കുന്നത്, രൂപപ്പെടുത്തുന്നത് എന്നാണ് ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വ്യക്തികളിലെ നമ്മളിലൊക്കെ ഈ പറയുന്ന എന്താ പറയാ ഈ പേഴ്സണാലിറ്റി മറ്റുള്ളവരെ പോലെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും അംഗങ്ങളെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മോളിക്കുലർ സ്ട്രക്ചർ ആണ്. നമ്മളുടെ ജീനുകളൊക്കെ ഏത് സ്ട്രക്ചർ, ഏത് ഘടനയിലാണോ ക്രോമസോമില് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്, ഒരു ഹെറിഡിറ്റി പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. മനസ്സിലായോ? അവസാനം മനസ്സിലായോ? യെസ്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് heredity refers to those factors that were decided at conception എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും physical appearance, nature, energy level and biological rhythms are the characteristics which are generally influenced by one's parents. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. പാരന്റ്സ് വരെ കേട്ടോ അണ്ടർലൈൻ ചെയ്യാം. വീണ്ടും അടുത്ത സെന്റൻസ് ഇവിടെയാണ്. The last sentence. The heredity strategy feels that personality of an individual is the molecular structure of the genes placed in the chromosomes. അത് 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. കിട്ടിയോ? ഓക്കെ. അപ്പൊ നമ്മൾക്കൊക്കെ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും വ്യക്തിത്വങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമ്മളുടെ പാരന്റ്സിന്റെ ക്രോമസോമുകൾ എങ്ങനെയായിരുന്നോ ആ ജീനുകളുടെ സ്ട്രക്ചർ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ ചിലപ്പോ സ്ട്രക്ചർ കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഫാദറിന്റെ ആണെങ്കിൽ ഫാദറിന്റെ പേഴ്സണാലിറ്റി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് കിട്ടുക. അല്ല മദറിന്റേതാണെങ്കിൽ മദറിന്റേതായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും കുറച്ച് കൂടുതൽ കിട്ടുക. അത് ആ ജീൻസിന്റെ മോളിക്കുലർ സ്ട്രക്ചർ പ്രകാരം മാറിക്കൊണ്ടിരിക്കും. ലൈക്ക് ദാറ്റ്. ഓക്കെ. അടുത്തത് അപ്പൊ നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് കിട്ടുന്നത് എവിടുന്ന്? നമ്മളുടെ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നതാണ് ഒന്ന് പേഴ്സണാലിറ്റി. അങ്ങനെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡിറ്റർമിൻ. അപ്പൊ പേഴ്സണാലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഹെറിഡിറ്റി. അപ്പൊ അടുത്തത് എന്താണ്? എൻവയോൺമെന്റ്. See, after a particular age, we will be placed or we will be in the groups or society. പിന്നീട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ചൈൽഡ് എന്ന് പറയുന്ന കുട്ടിക്കാലത്തെയും നമ്മൾ കുട്ടിക്കാലമല്ല ഇൻഫന്റ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ എവിടെയെങ്കിലും സ്കൂളുകളിൽ ഒക്കെ കൊണ്ടുപോയി നമ്മൾ ചേർക്കും. സോ അവിടെയും നമ്മൾക്ക് എന്താ പറയാ ഈ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്നാ പറയുന്നത്. കൾച്ചർ. നമ്മൾ ഇൻ വിച്ച് കൾച്ചർ വി ആർ ഇൻ, നമ്മൾ ഏത് സംസ്കാരത്തിൽ വരുന്നു, ഏത് ടൈപ്പ് ഓഫ് സ്കൂളിലാണോ. അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോ പാരന്റ്സ് നല്ല സ്കൂൾ ഏതാ ഫസ്റ്റ് ടൈം സ്കൂളിൽ ചേർക്കുമ്പോഴാണ് ആ ഒരു ടെൻഷൻ, ആ ഒരു എന്താ പറയാ ആൻസൈറ്റി ഏത് സ്കൂളിൽ ചേർക്കും, എവിടെയാണ് നല്ല രീതിയിൽ കുട്ടികൾക്ക് എന്താ പറയാ പഠിക്കൽ മാത്രമല്ലല്ലോ അവരുടെ ബിഹേവിയർ രൂപീകരിക്കുന്നതിന്, അതുപോലെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതിന്, അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് കുട്ടിക്ക് ഏറ്റവും പറ്റിയ അറ്റ്മോസ്ഫിയർ എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിക്കുന്ന പാരന്റ്സ് ആണ് ഇന്നുള്ളത്. ഇന്നത്തെ കാലത്തണ്ട. പണ്ട് അങ്ങനെയല്ല കേട്ടാ. പണ്ട് അടുത്ത എവിടെയെങ്കിലും സ്കൂളിൽ അങ്ങോട്ടേക്ക് പോകും, ഊതി തള്ളി അങ്ങോട്ട് വിടും, അവിടെ കൊണ്ടുപോയിടും, അവിടെ എന്തൊക്കെ നടക്കണേ ഒന്നും അറിയില്ല. പക്ഷെ അന്ന് ഇതുപോലെയുള്ള പല കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഗുരു ശിഷ്യ ബന്ധം വളരെ ബോണ്ടിങ് ആയിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് ഗുരുക്കന്മാര് പേടിച്ച് പറിച്ചെന്ന് പിള്ളേരുടെ മുമ്പിൽ നിൽക്കുക, അല്ലെ മോനെ വൈകുന്നേരം ഒന്ന് വീട്ടിൽ പോകട്ടെ എന്നുള്ള മട്ടാണ്. കാരണം നമുക്കറിയാം അവര് വളർന്നു വരുന്ന കുട്ടികൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് പറയുന്നത് മനസ്സിലാവുണ്ടോ? ഒരു തമ്പക്കിടക്കിട്ടാണ് ഒന്ന് ചിരിച്ചൊക്കെ ചെയ്തു ഞാൻ പറയുന്നത്. ഞാൻ തന്നെ ചിരിക്കുന്നത്
ചിരിച്ചു നിങ്ങൾ ഇന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സ്കൂളുകളിലെ ഇന്ന് ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്കൂളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുട്ടികളോട് നമ്മളിപ്പോ ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കയറ്റി സംസാരിച്ചോ അവരിൽ നിന്നുള്ള റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഭയങ്കര പേടിയോടെ കൂടെ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സാണ്. ചിലർ ഒരു മുതിർന്നയാളുടെ സ്കൂൾ ടീച്ചറായിട്ട് പോകുന്നത് മാത്രമാണ്. ബാക്കി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമുണ്ടോ, വേറെ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ പോവുകയായിരുന്നു ചിന്തിക്കുന്നത് നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ വരെ പറയുന്നതാണ്. അതാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പൊ കൾച്ചർ സംസ്കാരത്തിലും ഒരു വലിയ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് വലിയ പങ്കുണ്ടെന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ഫാമിലിയിൽ വെൻ വി ആർ ഇൻ എ ഫാമിലി ഓർ ഇൻ സം സോഷ്യൽ ഗ്രൂപ്പ് ഓർ വെൻ വി ആർ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോൾ, നമ്മുടെ സ്കൂളുകളിലായിരിക്കും, മറ്റേതെങ്കിലും സോഷ്യൽ ഗ്രൂപ്പ്സ്, മറ്റേതെങ്കിലും സംഘടനകളോ പോലെയുള്ള വലിയ വലിയ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണ്, അതും നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് ഒരു ഘടകമായി മാറുന്നുണ്ട്. മനസ്സിലായോ? സോ സോഷ്യലൈസേഷൻ, ഒരു സമൂഹത്തിലായിരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ പേഴ്സണാലിറ്റിയെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മാറി വരാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ആർജിച്ചെടുത്ത കുറെ പേഴ്സണാലിറ്റിയും പ്ലസ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ ഒരു സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് നമ്മൾ എന്താ പറയാ എടുക്കുന്ന നമുക്ക് കിട്ടുന്ന കുറെ പേഴ്സണാലിറ്റിയും, അപ്പൊ ഈ പഴയ പേഴ്സണാലിറ്റി ചിലപ്പോൾ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. because they are most commonly influenced by the environment. കാരണം അവര് പ്രധാനമായിട്ട് ഒരുപാട് എൻവയോൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നേരത്തെ ഉണ്ടാകും പണ്ട് ആ കൊച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ആ കൊച്ചു എന്ത് നല്ല കുട്ടിയായിരുന്നു, അച്ഛനമ്മയൊക്കെ അനുസരിച്ച് അങ്ങനെയൊക്കെ, പക്ഷെ ഈ കൊച്ചു എങ്ങനെയായി മാറിപ്പോയി. സി അങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ ഇടയായിട്ടുണ്ടോ നിങ്ങള് എന്ന് പറഞ്ഞേ? ഞങ്ങളുടെ നാടിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് ഞാൻ നോക്കട്ടെ. അല്ല, നമ്മൾ കേൾക്കാനിടയുണ്ട്. അത് 10ാം ക്ലാസ് വരെ ആ കുട്ടി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൻ നല്ലൊരു കുട്ടിയായിരുന്നു, ടീച്ചേഴ്സിനെയൊക്കെ ബഹുമാനിക്കും അല്ലെങ്കിൽ വീട്ടിലൊക്കെ പക്ഷെ അതോട് കഴിഞ്ഞ് അവനങ്ങോട്ട് ഇവിടെ കോളേജിൽ പോയി അല്ലെങ്കിൽ +2 വേണ്ടി ദൂരെ പഠിക്കാൻ പോയി, അങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോ ചെക്കൻ ആകെ മാറി, അല്ലെങ്കിൽ ആ പെൺകുട്ടി ആകെ മാറി, ഒരു ശ്രദ്ധയില്ലാത്ത കുട്ടിയായി, അനുസരണയില്ലാത്ത കുട്ടിയായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ന്യൂസൻസ് ആയിട്ട് മാറിയ പോലെയായി എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. Why? What is the reason behind it? എങ്ങനെയാ കുട്ടി മാറി? That is the environment. അവരുടെ സമൂഹത്തിലാണ് പ്രാധാന്യം, സമൂഹമാണ് അവരെ മാറ്റിയത്. സോ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ എൻവയോൺമെന്റിന് വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട് എന്നാണ് പറയാൻ. ക്ലിയർ? മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ മനസ്സിലായോ? യെസ്. അപ്പൊ ഇല്ലേ ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. വൈറ്റൽ റോൾ മീൻസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ക്രിയേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, സിറ്റുവേഷൻ. ഇനി പേഴ്സണാലിറ്റിയെ മാറ്റാൻ, ചേഞ്ച് ചെയ്യാൻ ചിലപ്പോഴൊക്കെ സിറ്റുവേഷൻ. എന്താണ് സിറ്റുവേഷൻ? സാഹചര്യം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗത്തിലൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ? നല്ല വാക്കാണ്, എനിക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ അങ്ങനെ ചെയ്തു പോയി, എന്റെ കുറ്റമാണോ ഞാനത് ചെയ്തത്? അല്ല, സാഹചര്യമാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. ഒരാൾ കള്ളനായി ഭൂമിയിൽ ജനിക്കുന്നില്ല, കള്ളനാകുന്നത് ഈ സമൂഹമാണ് എന്നൊക്കെ നമ്മൾ പല ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. യെസ്, ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ചിലപ്പോഴേ ഇപ്പൊ ചില ആൾക്കാര് എന്താ പറയാ അങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് വാട്ട് ഫോഴ്സ്ഡ് ഹിം ടു ഡു സോ, എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ചെയ്തു, ആ ആൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു, ആ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ത്? ഒരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എങ്കിൽ അതിനെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അതൊരു സാഹചര്യമായിരുന്നു, ആ സാഹചര്യം കിട്ടിയപ്പോൾ ആൾ ചെയ്തു. സോ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയെ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരാളുടെ എന്റെ ഇങ്ങനത്തെ സ്വഭാവമാണ്, ഞാൻ ഇത് തന്നെയാണ്, ഐ ആം വാട്ട് ഐ ആം, ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ, അവിടെ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇറ്റ് മേ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ സ്റ്റേജ്, ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇതിന് മാറ്റമുണ്ടാവുന്നു. സ്റ്റേബിൾ ആകുന്ന ഒരു പേഴ്സണാലിറ്റിയെ മാറ്റാൻ സാഹചര്യങ്ങൾക്കും എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നാണ് പറയാ. സോ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വി വിൽ ആക്ട് ഡിഫറെന്റ്ലി. നമ്മൾ പല രീതിയിലും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെരുമാറും. അതും ആ പേഴ്സണാലിറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ ഓൾസോ മറ്റൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടു change the personality of an individual. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മാറ്റാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് സിറ്റുവേഷൻ. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ്. ഏതൊക്കെയാണ് ഡിറ്റർമിനൻസ്? ഏതൊക്കെയാണ്? ഒന്ന് ഹെറിഡിറ്റി,
then environment, then situation. Clear ആയോ? ആ മൂന്നെണ്ണമാണ് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ അതിലില്ലേ an individual personality, ഒരു സെൻസ് though an individual personality is stable, it does change depending on the state or situation. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് there will be change. അവരുടെ എന്താ പറയാ സാഹചര്യം അനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഹെറിഡിറ്റി, എൻവയോൺമെന്റ്, സിറ്റുവേഷൻ, ഈ മൂന്ന് കാര്യമാണ് ട്ടാ. ഇപ്പൊ ഇതിനകത്ത് ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് പറഞ്ഞു. നമ്മൾ മൂന്ന് ഡിറ്റർമിനൻസ് ആണ് പേഴ്സണാലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും എന്താ പറയാ, നമ്മൾ ഏറ്റവും ആദ്യം നമ്മളുടെ പേഴ്സണാലിറ്റി രൂപീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹെറിഡിറ്റി. ദാറ്റ് ഈസ് ദ ഇന്റേണൽ ആണ്, ഇന്റേണൽ ഇൻപുട്ട് ആണ്. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ അതുമായിട്ട് പറഞ്ഞേ, ജനിക്കുമ്പോഴേ ആണോ അല്ലെ, കൺസെപ്ഷൻ പീരീഡിൽ തുടങ്ങുന്നു പറഞ്ഞോ, ഗർഭധാരണ അവസ്ഥയിൽ തുടങ്ങുന്നു ഒരു വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി രൂപീകരണം, വ്യക്തിത്വ രൂപീകരണം ഗർഭാവസ്ഥയിലേ തുടങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ഒരു അകത്തുനിന്ന് വരുമ്പോഴേ തന്നെ അതിലുണ്ട്, അത് ആ കുട്ടിയുടെ ജനിക്കുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ബാക്കിയുള്ളത് പുറത്തുനിന്ന് കിട്ടുന്നതാണ്, എൻവയോൺമെന്റിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും കിട്ടുന്നതാണ്. ക്ലിയർ ആണ് ഇതിന്റെ രത്ന ചുരുക്കം. മനസ്സിലായോ? സോ നമ്മള് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾക്ക് അതിനനുസരിച്ച് ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ ആ രീതി അനുസരിച്ച് ഇറ്റ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഏർലി എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടുന്നു. ഏർലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഉന്നതനം, നമ്മളുടെ പഠനത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മീൻസ് നമ്മൾ when we are admitted to LKG or LKG ക്ലാസ് അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിലോ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളെ നല്ല സ്കൂളുകൾ കണ്ടെത്തി പാരന്റ്സ് കൊണ്ടുചെന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആളുകളോട് അന്വേഷിക്കും. ഒരു 3 വയസ്സാകുമ്പോഴേ തുടങ്ങി പാരന്റ്സ് അന്വേഷിച്ചു അടുത്തുള്ള കൊച്ചിനെ സ്കൂളിൽ ചേർക്കണം, അല്ലെങ്കിൽ 3.5 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കണം, ഏത് സ്കൂളാണ് നല്ലത്? കുറെ ആൾക്കൂടെ അഭിപ്രായം ചോദിക്കും. അവരുടെ ഉള്ളിലുള്ള ആകാംക്ഷയാണ് അഭിപ്രായങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലെ, ഒരു ആൻസൈറ്റിയാണ്, ടെൻസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. എവിടെ കൊണ്ട് ചേർക്കും? അയ്യോ അവിടെ മോശമാണ്, അവിടുത്തെ പിള്ളേര് വലിയ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞ്, അത് നമ്മൾ കേട്ടറിവുകളാണ്. പല ആളുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകളിലൂടെ നമ്മൾ പറയും അത് മോശമാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു റേറ്റ് ഇട്ടു, അവിടെ പറ്റില്ല, അടുത്ത സ്കൂൾ എവിടെയാണ് നല്ലത് എന്ന് അന്വേഷിക്കും. അല്ലെ, അങ്ങനെ അന്വേഷിക്കുമ്പോഴേക്കും ഉന്നതകാലത്തെ സ്കൂളുകള് മര്യാദയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളുടെ ആ ഒരു രീതി, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവരുപയോഗിക്കുന്ന മാധ്യമങ്ങളും അവരെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. അല്ലെ, പണ്ട് ഇപ്പൊ ആളുകൾ പറയുന്നത് ഇതൊക്കെ കുട്ടികളുടെ ഈ പേഴ്സണാലിറ്റിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യം അനുസരിച്ച് ഈ പിള്ളേർ മാറുന്നത്, അവര് കൂടുതലും ഈ മൊബൈൽ ഫോണുകളൊക്കെ അതിലൊക്കെ അഡിക്റ്റഡ് ആയതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ പക്ഷെ അതില് മാറ്റങ്ങൾ വന്നു. അത് നമ്മൾ ചോദ്യം ചെയ്താൽ നമുക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം നഷ്ടപ്പെടുന്നു. വടിയൊന്ന് മാറ്റി വെച്ചു ടീച്ചേഴ്സ്, അപ്പൊ തുടങ്ങി കുട്ടികൾ നമ്മളെ തലയിൽ കയറിയിരുന്ന ശരി തിന്നാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ സ്വയം സമാധാനിക്കുകയാണ്. പക്ഷെ അങ്ങനെ സമാധാനിച്ചിട്ട് കാര്യമില്ല, പിള്ളേരായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടി കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഒരു കുട്ടികള് ഈ ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ ഇൻബോൺ ആയിട്ടുള്ള ചില ജനിക്കുമ്പോഴേ തന്നെയുള്ള പേഴ്സണാലിറ്റി എന്തുണ്ട് അവരുടെ ഉള്ളിലുണ്ട്. ആൻഡ് ഫ്രം എൻവയോൺമെന്റിൽ നിന്ന്, സോഷ്യൽ സ്റ്റേറ്റസിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് പേഴ്സണാലിറ്റി ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുന്നു. അത് ഇറ്റ് വിൽ ബി carried on throughout their life. അത് എന്ത് ചെയ്യും? അവരുടെ ജീവിതകാലം മുഴുവനും ലൈഫ് ടൈം ആയിട്ട് ആ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ കീപ്പ് ചെയ്തു പോകും. അപ്പൊ പിന്നീട് അവരുടെ ജീവിതത്തില് എന്താ പറയാ, അവരായിരിക്കുന്ന ഗ്രൂപ്പുകൾ, ലൈക്ക് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഒരു 5-10 കുട്ടികളായിരിക്കാം. അങ്ങനെയുള്ള ഗ്രൂപ്പുകള്, അതൊക്കെ എന്താ പറയാ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അവരുള്ള അവരുടെ ആ ഒരു എന്താ പറയാ അസോസിയേഷൻ, കൂട്ടായ്മകള്, അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ദീസ് ഓൾ ഷേപ്പ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ചൈൽഡ്. ഇതെല്ലാം തന്നെ ഒരു കുട്ടിയുടെ ഒരു വളർന്നു വരുന്ന ഒരു കുട്ടി വളർന്നു വലുതാവുമല്ലോ, അവന്റെ പേഴ്സണാലിറ്റി രൂപീകരണത്തെ ഷേപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിയർ ഗ്രൂപ്പുകള്, പ്രൈമറി അഫിലിയേഷൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ജോലി സ്ഥാപനത്തിലുള്ള ചില കാര്യങ്ങള്, പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ്, സമൂഹത്തിൽ ഇറങ്ങി അവരെന്തൊക്കെ ചെയ്യും, ഇതൊക്കെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ക്ലിയർ? മനസ്സിലായോ?
ക്ലിയർ ആണോ? യെസ്. Psychological inheritance is entirely internal input. അതൊന്നും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സൈക്കോളജിക്കലായിട്ട് നമ്മളെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഇന്റേണൽ ഔട്ട്പുട്ടാണ്. നമ്മൾ ജനിച്ചപ്പോഴേ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടത് ഇന്റേണൽ ആണ്. പിന്നെ ബാക്കിയൊക്കെ എക്സ്റ്റേണലിൽ നിന്ന് കിട്ടുന്ന എൻവയോൺമെന്റും സാഹചര്യം അനുസരിച്ച് മാറുന്നത് പുറത്തുനിന്നാണ്. മറ്റേത് ഉള്ളിൽ ജനിച്ചപ്പോഴേ നമ്മൾ കൊണ്ടുവന്നു. ഇനി ബാക്കി നമുക്ക് ഇവിടെ നിന്ന് തരും. എവിടെ നിന്ന് കിട്ടും? നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടും അല്ലെ. എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ഞാൻ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നു. എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മാമ്മയുടെയോ ഒക്കെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും അവിടെ നിന്ന് കിട്ടിയത്. ബാക്കി എനിക്ക് തരാൻ കൂടെ ആൾക്കാർ പുറത്തുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സമൂഹത്തിലും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ, അതും ഒക്കെ പേഴ്സണാലിറ്റി ഫോർമേഷന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ സൈക്കോളജിക്കൽ ഇൻഹെറിറ്റൻസ് ഈസ് എൻറ്റയർലി ആൻഡ് ഇന്റേണൽ ഇൻപുട്ട് എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Then family and social setting. പിന്നീട് നമുക്ക് കുടുംബം നമ്മളുടെ മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള സെറ്റിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഏർലി സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യ സമയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? പേഴ്സണാലിറ്റി ഫോം ചെയ്യാനുള്ള ആദ്യ പാഠങ്ങൾ നമുക്ക് കിട്ടുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. യെസ്. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്തത് ഇതൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ളതല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡില് കഴിഞ്ഞ ദിവസത്തേലൊക്കെ ഇത്തിരി സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാം. ഇനി അടുത്തത് ടൈപ്പ് ആൻഡ് ട്രേറ്റ്സ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി. അതായത് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ സമീപനങ്ങളാണ്. ചില എന്താ പറയാ ട്രേറ്റ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഗുണങ്ങൾ, അങ്ങനെയുള്ള സമീപനങ്ങൾ. എന്നുവെച്ചാൽ സ്വഭാവമൊക്കെ എങ്ങനെയാണ് വ്യക്തിത്വ രൂപീകരണത്തിന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, അതിന്റെ ചില പ്രത്യേക രീതികളൊക്കെയാണ് പറയുന്നത്. അതായത് എന്താ പറയാ, പണ്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിൽ ഉണ്ടാകുന്ന ചില വികാരങ്ങളാണ്. ഷൈ, നാണം അല്ലെ, ലേസി അല്ലെ, അതുപോലെ തന്നെ എന്താ പറയാ ചില മനസ്സിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് അല്ലെ. എന്താ പറയാ ചില സങ്കടങ്ങള്, ആങ്സൈറ്റി, അംബീഷ്യസ് അല്ലെ, ആകാംക്ഷ, ഇങ്ങനെയുള്ള ചില എന്താ പറയാ അഗ്രസീവ് അല്ലെ, ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം തകർത്തെറിയാനുള്ള രീതിയിലുള്ള ചില ഒരു ഇതല്ലേ മൈൻഡൊക്കെ. അതൊക്കെ മൈൻഡിൽ നിന്ന് വരുന്ന സാധനമാണ്. ഭയങ്കര ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ചില ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസിൽ കാണുന്ന ചില സ്വഭാവ ഗുണങ്ങളാണ് ഇല്ലേ. എല്ലാ മനുഷ്യരിലും ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലാത്തവരാണോ? ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ആകാംക്ഷയുണ്ട് അല്ലെ, കൺഫ്യൂഷൻസ് ഉണ്ട്, മടിയുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ അക്രമാസക്തമായിട്ടുള്ള രീതിയിലുള്ള ചില സ്വഭാവ രീതികളൊക്കെ സാധാരണയായിട്ട് ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈറ്റ്സ്, സ്വഭാവ ഗുണങ്ങളാണ്. ഇതൊക്കെ മനുഷ്യന്മാരിൽ എല്ലാവരിലും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, പിന്നീട് അത് സമയം കിട്ടുമ്പോഴൊക്കെ പുറത്തേക്ക് ചാടും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ട്രൈറ്റ്സിന്റെ ഈ ഗ്രൂപ്പ്, ഇതൊക്കെ ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്ന, ഈ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ്. ഈ ട്രൈറ്റ്സുകളല്ല, ഈ സ്വഭാവ ഗുണങ്ങളെല്ലാത്തിന്റെ ഒരു എന്താ പറയാ കൂട്ടാണ്. അത് ഓരോ പേഴ്സണാലിറ്റി ടൈപ്സിനെ ഫോം ചെയ്യുന്നു എന്നാണ് മനസ്സിലായത്. ചില ആളുകൾ ഭയങ്കര ഏതു നേരം അഗ്രസീവായിരിക്കും, ഏതും ദേഷ്യം, എന്ത് പറഞ്ഞാലും തൊട്ടം പിടിച്ചതൊക്കെ ദേഷ്യത്തില്. ചിലത് വളരെ ഭയങ്കര കമന്റായിരിക്കും അല്ലെ. ചിലവര് ഏതിനെയും ഒരേ രീതിയിൽ സമീപിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ സ്വഭാവ ടൈപ്പുകളെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്തരം ഈ സ്വഭാവ ഗുണങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകൾ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കാറ്റൽ, റെയ്മണ്ട് കാറ്റലാണ്. സിഗ്മണ്ട് വേറെ ദിവസമായിരുന്നു പറഞ്ഞത്. ഓക്കെ, റെയ്മണ്ട് കാറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ 1973 ഈ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ സോഴ്സ് ട്രേറ്റ്സ് അല്ലെങ്കിൽ പ്രൈമറി ട്രേറ്റ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അതിന് പേരിട്ടേക്കുന്നത് കേട്ടോ. പ്രൈമറി ട്രേറ്റ്സ്, ദാറ്റ് മീൻസ് പ്രാഥമികമായിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങൾ. 1973 ഈ റെയ്മണ്ട് കാറ്റൽ അദ്ദേഹം കുറെ എന്താ പറയാ മനുഷ്യന്മാരുടെ ബിഹേവിയർ, അതിന്റെ സോഴ്സുകളൊക്കെ പുള്ളി ഇങ്ങനെ പഠിച്ചു. അപ്പൊ അതില് എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എങ്കിലും പുള്ളി പഠിച്ച കുറെ കാര്യങ്ങൾ
ആദ്യം നമുക്ക് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് തന്നിട്ട് ഒരു 16 സോഴ്സ് ട്രൈബ്സ് ഇത്രയും 16 തരത്തില് എന്തുണ്ട് സ്വഭാവ രീതികളുണ്ട് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം. അത് അദ്ദേഹം ഇവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ആ 16 സോഴ്സ് ട്രൈബ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ റിസർവ്ഡ് ആണ്. റിസർവ്ഡും പിന്നെ ഔട്ട് ഗോയിങ്. എന്താ ഈ റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ? റിസർവ്ഡും ഔട്ട് ഗോയിങ് ഈ വാക്കുകൾ നമുക്കൊന്ന് മാറ്റി പറയാം. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടുകൾ, ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ട് ആണ്. ഒക്കെ തുറന്ന് ഒരു പേടിയില്ല മടിയില്ല എല്ലാം അല്ലെ. ചില കുട്ടികളുണ്ട് അവരൊക്കെ സ്വയം അവര് തന്നെ പറയും കേട്ടോ, ഞാൻ ഇൻട്രോവേർട്ടാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒന്ന് മുന്നിലേക്ക് വന്നു ഇതിനൊരു കാര്യം പറയും എന്ന് പറയുമ്പോ അവര് ഞാൻ ചെയ്യില്ല, ഞാൻ പോവില്ല, ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഒതുങ്ങിക്കൂടും. മറ്റുള്ള 2-3 പേര് വന്ന് നിൽക്കുമ്പോ അവരെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറയുമ്പോ ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീടുകളിൽ ഗസ്റ്റുകൾ വരില്ലേ, പുറത്തുനിന്ന് ഗസ്റ്റുകൾ വരും. ഇപ്പൊ വരുന്നവരുടെ കൂട്ടില് കുറച്ച് എന്താ പറയാ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിലുള്ള ചില ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നവരും മറന്നിരിക്കും, ഓടിപ്പോയി എവിടെയെങ്കിലും അവരുടെ മുറിയിൽ പോയിരിക്കും. എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും കിട്ടിയിട്ട് അത് പിടിച്ച് അവിടെ മുറിയിലിരിക്കും. പിന്നെ വിളിച്ചു വരുത്തണം, ഗസ്റ്റ് വന്ന് എന്തേടാ പറഞ്ഞിട്ട് അവരൊന്ന് വന്ന് കാണുന്നൊക്കെ പറയുമ്പോ ഒന്ന് വന്ന് കഴിഞ്ഞ് ഒന്ന് തല കാണിച്ചൊന്ന് ചിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു. അതാണ് ചില കുട്ടികൾ. അങ്ങനെ ഉണ്ടോ നമ്മുടെ വീടുകളിൽ ഉണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഔട്ട് ഗോയിങ്. റിസർവ്ഡ്, ഇൻട്രോവേർട്ട്, ഔട്ട് ഗോയിങ്, എക്സ്ട്രോവേർട്ട്. ഇല്ല നിങ്ങളുടെ കൂടെ അങ്ങനത്തെ പിള്ളേരില്ല? ഞാൻ ആരോട് ചോദിക്കണേ? പറയേ നിങ്ങൾ ഉത്തരം. ഞാൻ ചോദിക്കുമ്പോ ഇത് എസോർഡോ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത ഭാഗം എടുക്കൂലണ്ട. ഓക്കെ, യെസ് ഉണ്ട്. അതെ, എന്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വീട്ടില് എന്റെ മോൻ അങ്ങനെയാണ്. പക്ഷെ എന്റെ മോള് ഭയങ്കര എക്സ്ട്രോവേർട്ടുമാണ്. ഇത് ഒരു വീട്ടിലുണ്ടെങ്കിൽ അങ്ങനത്തെ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് മോള് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് തന്നെ ഇടിച്ച് കയറിയൊക്കെ സംസാരിക്കും. ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് എല്ലാ കാര്യവും ആദ്യം ഫസ്റ്റ് ടൈം കാണണമെന്ന് തോന്നില്ല, ഭയങ്കര അതായിട്ട് സംസാരിക്കും. പക്ഷെ മോനാണെങ്കിൽ വിളിച്ചോണ്ടേ അതെ ഇങ്ങനെ വന്നേക്കണം, ഒന്ന് വന്ന് തല കാണിക്കാം. അവര് വിചാരിക്കില്ലോ ചേർക്കൻ ഇത്ര എന്താ പറയാ ഭയങ്കര ഡിമാൻഡാണ്. അതൊന്നല്ല, ഈ പറഞ്ഞ സാധനമാണ്. എന്നിട്ട് സ്വന്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ ഇൻട്രോവേർട്ടാണ് പറയും. അതാണ് ആ സാധനം കേട്ടുമ്പോ നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണമൊക്കെ പറയണേ. ഉണ്ടോ? അപ്പൊ ചില സ്വഭാവം അങ്ങനെയാണ്. കുട്ടികൾ ചിലവര് ഭയങ്കര റിസർവ്ഡാണ്, ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കും. ഇങ്ങനെ പിടിച്ചു വലിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. ഒരു ക്ലാസ്സിലാണെങ്കിൽ സ്കൂളുകളിൽ ക്ലാസ്സിലെ ചില കുട്ടികൾ ടീച്ചർ ഇപ്പൊ ഫ്രൈഡേ ഒക്കെ അവർ ഒരു പീരീഡ് ഇതുണ്ട്, എന്താ പറയാ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ടീച്ചർ വേണമെങ്കിൽ ലാസ്റ്റ് പീരീഡ് ഒക്കെ ആയിരിക്കും ഫ്രൈഡേയില്. അപ്പൊ ആരെങ്കിലും പാട്ടോടും. ചില കുട്ടികൾ ചാടി ചെയ്തിട്ട് ടീച്ചർ ഞാൻ പാടാന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പിൽ നിന്ന് പാട്ടൊക്കെ പാടും. പാട്ട് പാടാനോ കഥ പറയാനോ മിമിക്രി കാണിക്കാനോ അവർക്ക് ഫീലിംഗ് ഇനിഷ്ടായി ഒരു ഇതുമില്ല നാളുമില്ല എന്നൊക്കെ ചെയ്യും. പക്ഷെ ചില കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാനറിയാം. അപ്പൊ ചില പിടിക്കാൻ വലിച്ചോണ്ട് വരും. നമ്മൾ വന്ന് ഇല്ല ഞാൻ പാടില്ല. ചില പാടുന്നത് ഇപ്പൊ നമ്മള് കഴിവുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കണം. പക്ഷെ അത് ചെയ്യില്ല. അതാണ് റിസർവ്ഡ്, ഔട്ട് ഗോയിങ്. ഒരെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് അറിയിക്കാൻ എല്ലാത്തിലും ഈ 16 എണ്ണത്തിലും ഒരെണ്ണം അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? മനസ്സിലായോ? റിസർവ്ഡ്, ഇൻട്രോവേർട്ട്, ഔട്ട് ഗോയിങ്, എക്സ്ട്രോവേർട്ട്. യെസ്. ലെസ് ഇന്റലിജന്റും മോർ ഇന്റലിജന്റും അതും ഒക്കെ സ്വഭാവ സവിശേഷതകളുടെ ഈ 16 രൂപങ്ങള് നമ്മുടെ റേമണ്ട് ചാറ്റില് കണ്ടുപിടിച്ച സാധനങ്ങളാണെന്ന് മനസ്സിലായോ? എന്ത് സാധനമാണ് ചെലവൊന്നും തുറന്നിരുന്നത്? ലെസ് ഇന്റലിജന്റും മോർ ഇന്റലിജന്റ്. ചില കുട്ടികൾ നല്ല എന്താ പറയാ ബുദ്ധിയുള്ളവരാ, നല്ല ഇന്റലിജൻസ് പവർ ഉള്ളവരാ. ചിലതുകൾ അത്രയില്ല, ഭയങ്കര കുറവായിരിക്കും. മനസ്സിലായി? അതും ഒരു സ്വഭാവമാണ്. അഫക്റ്റഡ് ബൈ ഫീലിംഗ്സ്, ഇമോഷണലി സ്റ്റേബിൾ. ചിലത് എഫക്റ്റഡ് ബൈ ഫീലിംഗ്സ്, ചെറിയൊരു കാര്യം ഉണ്ടായാൽ അത് തൊട്ടാവാടി എന്നൊക്കെ നമ്മളൊരു സെൻസിറ്റീവ് എന്ന് പറയും നമ്മളവരെ. പെട്ടെന്ന് ഫീൽ ചെയ്യും. സന്തോഷം ആയിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ പെട്ടെന്ന് ഫീൽ ചെയ്യും. പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞു കാര്യം കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നു പോകുന്നു അല്ലെ. എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അതിനെ പ്രകടിപ്പിക്കുന്നു. ഫീലിംഗ്സ് പെട്ടെന്ന് അഫക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇമോഷണലി സ്റ്റേബിൾ ആണ്. വലിയ കാര്യമായിട്ടൊന്നും അനക്കം തരൂല്ല. അവിടെ ഇമോഷണലി സ്റ്റേബിൾ ആണ്. ഒരു എന്താ പറയാ ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കും. വലിയ ചെറിയ വികാരങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നാൽ അതൊന്നും വലിയ കാര്യമായിട്ട് പ്രകടമാക്കില്ല. ചിലരെ കരച്ചില് ചെറിയ സങ്കടങ്ങളൊക്കെ വരുമ്പോ കരഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ചിലര് ആ സങ്കടക്കുള്ളിൽ ഒതുങ്ങി കട്ടാക്കി അല്ലെ. അതാണ് ഇമോഷണലി സ്റ്റേബിൾ കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അഫക്റ്റഡ് ബൈ ഫീലിംഗ്സ്. അടുത്ത സബ്മിസീവും ഡോമിനന്റും ആണ്. എന്താ സബ്മിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിസീവും ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോമിനന്റ് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഡോമിനന്റ് എന്താ? ആധിപത്യം സ്ഥാപിക്കുക എന്നൊക്കെ പറയാം അല്ലെ. ഭയങ്കര അധിപതിയാണെന്നുള്ള ഒരു അല്ലെ, എല്ലാത്തിന്റെയും ഞാനാണ് ഞാൻ എന്നുള്ള ഒരു രീതി. ഞാൻ ഭാവമല്ല കേട്ടോ,
എനിക്ക് ഇതിന്റെ ഒക്കെ അധികാരം, അങ്ങനെയൊക്കെ ഒരു മറ്റവര് എന്തുണ്ട് അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ആണത്. മലയാളം വാക്ക് എന്ന സാധനം അതായത് അതായത് നമുക്ക് എന്താ പറയാ മറ്റുള്ളവർക്ക് വിധേയപ്പെട്ട് അവര് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു വൈദ്യുതേ. മറ്റേതല്ല, ഞാൻ ചെയ്തതാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, ആ ഒരു ഡോമിനൻസി പറയുന്ന ആൾക്കാരുണ്ട് ചിലവർ. പക്ഷെ മറ്റുള്ളവരെ ഇല്ല, അവര് ചെയ്യുന്ന പോലെ തന്നെ വിധേയപ്പെട്ട് കഴിയുന്നവര് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? മനസ്സിലായോ? ഡോമിനൻസും സർവീസും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് ചിലര് ഭയങ്കര സീരിയസ് ആണ്, ചിലര് ഹാപ്പി ഗോ ലക്കി ആണ്. എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര സീരിയസ് ആയിരിക്കും എപ്പോഴും. മറ്റവരെന്താ ഒരു കൂട്ടര് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അവര് എപ്പോഴും സീരിയസ് ഒന്നുമില്ല, സന്തോഷം അതൊക്കെ അവരെ പ്രകടിപ്പിക്കും. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ ചില അച്ഛന്മാരെ നമ്മൾ അങ്ങനെ പറയാ, ചില അച്ഛന്മാരെ എപ്പോഴും ഭയങ്കര സീരിയസ് ആണ് അല്ലെ, മറ്റേ പട്ടാള ചിട്ട എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും പറയുമ്പോ എന്നൊക്കെ മാത്രമേ റിപ്ലൈ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില സംഖ്യകള് മക്കളാണെങ്കിൽ മുമ്പിൽ ഒരു തോന്നലുണ്ടാവില്ല, കൊച്ചുങ്ങളെയൊക്കെ സ്വന്തം കൂട്ടുകാരെ പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുന്നു. അതാ അങ്ങനെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നോക്കിയാലേ അവരുടെ അച്ഛൻ എന്ത് കേട്ടോ, അച്ഛനും മോളുമാണെന്ന് തോന്നില്ല, ഫ്രണ്ട്സിനെ പോലെയാണ് കൂടെ നടക്കുന്നത് കൊണ്ട്. ചില ഇവിടെ പോന്നു എപ്പൊ പോയി എന്നൊക്കെ ചില സീരിയസ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കും. അടുത്തത് എന്താ, എക്സ്പെഡിയന്റും അതുപോലെ തന്നെ കോൺസൈഡിയസ്. കോൺസൈഡിയസ് എന്ന് പറഞ്ഞ വേർഡാണ് ആദ്യം പറയാം. മനസാക്ഷിയുള്ളവര്. മനസാക്ഷി എന്ന് വെച്ചാൽ എന്റെ സഹജീവിയാണ്, ഞാനും ആസ് എ ഹ്യൂമൻ ബീങ്, അവരും ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ ഒരു മനസ്സുകൊണ്ട് എന്താ പറയാ, നമുക്ക് ചില ആൾക്കാർ പറയില്ലേ ഒരു മനസാക്ഷി ഇല്ലാത്തവനാ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥമാണ് എന്ന് വെച്ചാൽ സഹജീവികളുടെ ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങള്, വേദനകൾ, യാതനകളൊന്നും കണക്കിലെടുക്കാത്തവര്, അതാണ് മനസാക്ഷി ഇല്ലാത്തത്. അതേസമയം മറ്റുള്ളവരുടെ വേദനകളും യാതനകളും ഒക്കെ സ്വന്തം എന്ന് പോലെ തോന്നി അതിനനുസരിച്ച് എന്തെങ്കിലും സഹായങ്ങളും പ്രതികരണങ്ങളും ചെയ്യുന്നവര്, അതാണ് കോൺസൈഡിയസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്പീഡിയന്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ രീതിയിൽ, അതാണ് എക്സ്പീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിലാണ്. സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. മറ്റവര് എപ്പോഴും മനസാക്ഷിയുള്ളവർ. ഇപ്പൊ രണ്ട് കൂട്ടരുണ്ട്, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ട്രേറ്റ്സും ഉള്ളവരുണ്ട്. പിന്നെ എന്താ, ടിമിഡ്, വെഞ്ചുവറിസം. എന്താ ടിമിഡ് എന്ന് പറഞ്ഞാൽ? ടിമിഡ് എന്ന് പറഞ്ഞാൽ ടിമിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? നാണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നാണം, ഭയങ്കര ടിമിഡ് ആകുക എന്ന് പറഞ്ഞാൽ നാണിച്ച് ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. മറ്റേത് എന്ത് സാഹസവും എടുത്ത് ചെയ്യാൻ പറ്റുന്നവര്, ഒരു പേടിയില്ല, നാണമില്ല, മടിയില്ല, ഒന്നുമില്ല. മറ്റേത് നാണം, മടി, പേടി ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടും. ഈ വെഞ്ചുവറിസം എന്ന് പറഞ്ഞാൽ എന്ത് സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എടുത്തു ചാടി ചെയ്യുക, അതാണ് വെഞ്ചുവറിസം. പിന്നത്തെ എട്ടാമത്തത് ടഫ് മൈൻഡും സെൻസിറ്റീവും. നേരത്തെ പറഞ്ഞതിന്റെ വേറെ രീതിയാണ്. ടഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കഠിന ഹൃദയം, കരിങ്കല്ല് പോലത്തെ ഹൃദയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതല്ല, അതാ മറ്റേ നേരത്തെ പറഞ്ഞ എന്താ പറയാ, ഇതിനകത്ത് പറഞ്ഞ സീരിയസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വേറൊരു രീതിയാണ്. അതിനേക്കാളും കുറച്ചുകൂടി ടഫ് ആണെന്ന് മാത്രം ഇത് ടഫ് മൈൻഡ് ആണ്. പെട്ടെന്ന് ഇളകില്ല മനസ്സൊന്നും. മറ്റേത് സെൻസിറ്റീവ് ആണ്, അത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ചില കുട്ടികളൊക്കെ അതൊക്കെ വെച്ച് മിസ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ കാര്യം കാണാൻ വേണ്ടി എന്താ പറയാ, അച്ഛൻ എന്താ പറയാ ചില ഭയങ്കര ടഫ് മൈൻഡഡ് ആണെങ്കിൽ ഒരു ലോല ഹൃദയമായിട്ടുള്ള അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സാധിക്കും പറഞ്ഞ് അല്ലേ? അങ്ങനെയൊക്കെ. അതാണ് ലോല ഹൃദയരും ടഫ് മൈൻഡും. യെസ്, അതാണ്. അച്ഛന്മാരിലേക്ക് പല കാര്യങ്ങളും എത്തുന്നത് അമ്മമാര് വഴി. അത് ചെയ്ത് കൊടുത്തേക്ക് അല്ലെ, അവര് കൂടെ ഒരു റെക്കമെൻഡേഷനിലെ ചില പിള്ളേർക്ക് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ടഫ് മൈൻഡഡ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അച്ഛന്മാരോടൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഒന്നുകൂടി ഇച്ചിരികൂടിയൊക്കെ ഒരു 10, 18, 20 വയസ്സൊക്കെ ആവുന്ന പ്രായത്തിൽ ആൺകുട്ടികളാണ് പ്രത്യേകിച്ചും അമ്മമാരുടെ അടുത്തായിരിക്കും കാര്യങ്ങൾ ചെന്നും പറയുകയൊക്കെ ചെയ്യാം. ഓക്കെ. അടുത്തത് എന്താ, ട്രസ്റ്റിങ്ങും സസ്പീഷ്യസും. ട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിശ്വാസം. ചില ആൾക്കാർ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് വിചാരിച്ച് എല്ലാവരും വിശ്വസിക്കും. ഒരു കൂട്ടരുണ്ട് അതങ്ങനെയുള്ളവര്. പക്ഷെ മറ്റുള്ളവർ സസ്പീഷ്യസ്, എന്തിനേ അത് ശരിയല്ല, വിശ്വസിക്കില്ല. എന്തോ ചങ്ക് തുറന്നു കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന ഒരു കൂട്ടരും ഉണ്ട്. അങ്ങനെയുണ്ട് അല്ലെ? അതാണ്, അങ്ങനെയുണ്ട്. അപ്പൊ സസ്പീഷ്യസ് എപ്പോഴും എന്തിനേയും സംശയ ദൃഷ്ടിയോടെ നോക്കുന്നവര് ആണ് സസ്പീഷ്യസ്. ഇതൊക്കെ പല പല നമ്മളുടെയൊക്കെ ഓരോ സ്വഭാവങ്ങൾ നമ്മളൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളിൽ എവിടെയൊക്കെ വരും നിങ്ങളൊക്കെ ചോദിച്ച് മനസ്സിനോട് ചോദിച്ച് കണ്ടുപിടിച്ച് വെച്ചോണ്ടാണ്. നമ്മളൊക്കെ ഏതിൽ വരും, നമ്മുടെ പാർട്ട്ണർ ഏതിൽ വരും, നമ്മുടെ കുട്ടികൾ ഏതിൽ വരും എന്നൊക്കെ ചിന്തിച്ചു വെച്ചോ. അടുത്തത് പ്രാക്ടിക്കലും ഇമാജിനേറ്റീവും. ചില ആൾക്കാരുണ്ട് എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് പ്രാക്ടിക്കൽ ആയാൽ മാത്രമേ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ.
പക്ഷെ ചിലരുണ്ട് ഇമാജിനേറ്റീവ് ഒക്കെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കും. കുറെ സ്വന്തമായിട്ട് കുറെ ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളും ആയിട്ട് ഇങ്ങനെ നടക്കും. സങ്കല്പ ലോകത്തായിട്ട് ഇങ്ങനെ നടക്കും. അതാണ് പ്രാക്ടിക്കലായിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട്. ചിലരുണ്ട് അടുത്തത് ഫോർട്രൈറ്റും ഷ്യൂഡും. ഷ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പറയാ, ഭയങ്കര ഒരു ഈ എന്താ പറയാ കുറുക്കന്റെ കൗശല ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ. അതാണ് ഷ്യൂഡിന്റെ അർത്ഥം, കൗശലം. മറ്റേത് ഫോർട്രൈറ്റ്, നേരെ വാ നേരെ പോകും, അത്രേ ഉള്ളൂ. അവിടെ കൗശല ബുദ്ധി ഒന്നുമില്ല, നേരെ വാ നേരെ പോകും. കറക്റ്റ് ആയിട്ടുള്ള ഒരു പാലം ഇട്ടിട്ട് അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു. മറ്റേത് കുശാഗ്ര ബുദ്ധി, കൗശല ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവര്. അതാണ് എന്തെന്ന് വിളിക്കാൻ നമ്മള് ഷ്യൂഡ് ആൻഡ് ഫോർട്രൈറ്റ് എന്ന് പറഞ്ഞാൽ. ഫോർട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഉള്ള, അതായത് എന്താ പറയാ, നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ. അതാണ് കേട്ടോ ആ ഒരു സ്വഭാവം. ചില ആൾക്കാർ വളഞ്ഞ വഴിക്ക് കുശാഗ്ര ബുദ്ധി, കൗശല ബുദ്ധി ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്നവർ. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും ഉണ്ട്. സെൽഫ് അഷ്വേർഡും അപ്രഹെൻസീവും. സെൽഫ് അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് അഷ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ സ്വയം ഉറപ്പ് വരുത്തുന്ന ആളുകളാണ്. അപ്രഹെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ആശങ്ക, ശങ്കിച്ച് കാര്യങ്ങൾ ചെയ്ത് മടിച്ചൊക്കെ. മറ്റേത് സെൽഫ് അഷ്വേർഡ്, ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഉറപ്പുണ്ട്. ചില കുട്ടികളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുമ്പോ അവര് സെൽഫ് അഷ്വേർഡ് ആണ്, അവരത് കൃത്യമായിട്ട് ചെയ്യും. ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ശരിയാണ് എന്നുള്ള ഉറപ്പിൽ ചെയ്യും. ചില ആൾക്കാർ ശങ്കിച്ച് ചെയ്യും, മടിച്ച് ശരിയാവോ, ഇനി തെറ്റാവല്ല, വേണ്ട ചെയ്യണ്ട, തെറ്റായാലോ എന്ന് മടി. കണ്ടോ? അങ്ങനെയല്ലേ? അങ്ങനെ കാണാറുണ്ടോ കുട്ടികളെ? ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊക്കെ തന്നെ നമ്മള് കുട്ടികൾക്ക് ഹോംവർക്ക് ഒക്കെ കൊടുക്കും. ചില കുട്ടികൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വരും. തെറ്റോ ശരിയോ എന്തായിക്കോട്ടെ, അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് വരും. മേ ബി ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ അവന്റെ മനസ്സിലത് ശരിയാണെന്ന് തോന്നി അവൻ ചെയ്തുകൊണ്ടു. മറ്റവരെന്ത് ചെയ്യും? ഇല്ല, അത് ചിലപ്പോൾ തെറ്റായി, ഞാൻ ചെയ്താലും അവന് ചെയ്യണ്ട, ഇത് ഇങ്ങനെയൊന്നും അല്ല, മാറ്റി വയ്ക്കും, അടച്ചു വയ്ക്കും, അവിടെ വെച്ചിട്ട് പോരും. അതാണ് അപ്രഹെൻസീവ്. ദെൻ കൺസേർട്ടീവും എക്സ്പെരിമെന്റും. എക്സ്പെരിമെന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പല കാര്യങ്ങളും പരീക്ഷണാർത്ഥം ചെയ്ത് മനസ്സിലാക്കുന്നവരാണ് കേട്ടോ. പരീക്ഷണാർത്ഥം, ഇതൊക്കെ പരീക്ഷിച്ച് നോക്കി ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ. മറ്റേതെന്താ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതനുസരിച്ച് ചെയ്യുക. ആരെങ്കിലും ചെയ്ത് കണ്ടുപിടിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവുക. സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികളല്ല. സ്വന്തമായിട്ട് അനുഭവിച്ചൊന്നും നോക്കാനുള്ള അത് റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ലാത്തവരാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നവര്. സ്വയം എക്സ്പെരിമെന്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വയം അതിനെയൊക്കെ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവത്തിലൂടെ കറക്റ്റ് കാര്യങ്ങൾ. അതുപോലെ ഗ്രൂപ്പ് ഡിപ്പെൻഡന്റിങ് സെൽഫ് സഫിഷ്യന്റ് ആണ്. ഗ്രൂപ്പ് ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ? ഗ്രൂപ്പിനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്ത് കഴിയും. ഒരു ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ചെയ്യുന്നത് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർ ചെയ്യട്ടെ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. മറ്റേത് സെൽഫ് സഫിഷ്യന്റ് ആകുക, സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് എല്ലാവരും തന്നിരിക്കുന്നെങ്കിലും ഞാൻ എന്റെ ഒരു എന്താ പറയാ കാര്യം അവിടെ ഉണ്ടാക്കണം, ചെയ്യണം എന്ന് സ്വന്തം ബോധ്യമുള്ള ആളുകളുണ്ട്. മനസ്സിലായോ? ഗ്രൂപ്പിലേക്കാണ് തന്നത്, പക്ഷെ ഐ ഹാവ് ടു ഡു മൈസെൽഫ്. ഞാൻ ഇത് എന്റെ ഒരു രീതിക്ക് ചെയ്യണം. സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തതയാണ്. മറ്റവര് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെന്താ? കൺട്രോൾഡും അൺകൺട്രോൾഡും. ചിലരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ചിലരെ നിയന്ത്രിക്കാനേ പറ്റില്ല. എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പക്ഷെ സ്വയം നിയന്ത്രിതമായിട്ടുള്ളവരുണ്ട്. ചിലര് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റാത്ത പോലത്തെ ആൾക്കാരുണ്ട്. ആ സ്വഭാവങ്ങളും അതൊരു സ്വഭാവമാണ്. പിന്നത് വരുന്നത് ടെൻസ്ഡും അതുപോലെ തന്നെ റിലാക്സ്ഡും. റിലാക്സ്ഡ് എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഭയങ്കര റിലാക്സ്ഡ് മൂഡില് ചെയ്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ചിലര് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആവും, പാനിക് ആവും. അയ്യോ ഇങ്ങനെയാണോ പാനിക്. അവര് ടെൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യും. ടെൻഷൻ കൊണ്ടേ അവ ചെയ്യുന്നത് മുഴുവൻ ചിലപ്പോൾ തെറ്റിപ്പോകും. ചിലര് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് സോഴ്സ് ട്രൈബ്സ് എന്ന് നമ്മുടെ റെയ്മണ്ട് കാറ്റ്ല് കണ്ടെത്തി. 16 രീതിയിലുള്ള 16 തരത്തിലുള്ള എന്താ പറയാ നമ്മളുടെ ട്രേറ്റ് സ്വഭാവ ഗുണങ്ങളുടെ ഉറവിടങ്ങൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയേക്കണേ. മനസ്സിലായോ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ആ പേര് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. കാറ്റൽ, റെയ്മണ്ട് കാറ്റൽ എന്നാണ്. വേണമെങ്കിൽ നിങ്ങൾ അവിടെ റെയ്മണ്ട് എന്ന് ചേർത്ത്, RAYMOND. റെയ്മണ്ട് കാറ്റൽ 1973 ഐഡന്റിഫൈഡ് 16 സോഴ്സ് ട്രൈബ്സ് ഓർ പ്രൈമറി ട്രൈബ്സ്. കേട്ടോ, അദ്ദേഹം അത് കണ്ടുപിടിച്ച് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി, അല്ല പഠിച്ചാൽ മതി. എത്ര ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ,
സോ ഈ പറയുന്ന ഒരുപാട് വേറെയും കുറെ അപ്രോച്ചസ് ഒക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു എന്താ പറയാ ട്രേറ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ആർട്ടികൾ നടത്തിയിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു എണ്ണം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റെയ്മണ്ട് കാറ്റലിന്റെ തന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനിയുണ്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who have locus of control. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. ലോക്കസ് ഓഫ് കൺട്രോളിന് എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? എപ്പോഴും ഞാൻ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? ലോക്കസ് ഓഫ് കൺട്രോൾ ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഞാൻ തെളിവ് കാണിക്കണോ? തെളിവ് കാണിക്കണോ? ലോക്കസ് ഓഫ് കൺട്രോൾ കേട്ടതായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെ കുറിച്ച്? എന്താണ് നമ്മൾ പറഞ്ഞത്? ലോക്കസ് ഓഫ് കൺട്രോൾ ആളുകളെ രണ്ട് രീതിയിലുണ്ട്, ഇന്റേണൽസും എക്സ്റ്റേണൽസും. ഇന്റേണൽസും എക്സ്റ്റേണൽസും എന്ന് നമ്മൾ അവിടെ കണ്ടു. ഇന്റേണൽസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ദേ feel that or they believe that much of the things which happens to them are controlled by the fate or luck. ഇന്റേണൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ പലപ്പോഴും വിശ്വസിക്കുന്നത് അവർക്കുണ്ടാകുന്ന പല കാര്യങ്ങളും, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ഒന്നുകിൽ ലക്ക് അല്ലെങ്കിൽ ഫേറ്റ്. നല്ലതാണെങ്കിൽ പറയും ഓ എന്റെ ഭാഗ്യം കൊണ്ട് അത് ശരിയായി, അത് മോശമായെങ്കിൽ അവർ പറയും എന്റെ വിധി എന്ന് പറയും. അങ്ങനെ കരുതുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഇന്റേണൽസ് വിളിക്കുക. ക്ലിയർ ആണോ? ഇത് എവിടെയെങ്കിലും കേട്ടിരുന്നത് ഓർമ്മയില്ല? ഒരു പെട്ടിയില് പെട്ടി കാണിക്കണോ? ഇനി ഞാൻ അതൊക്കെയായിരുന്നു പറയണേ എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുക. നിങ്ങളിപ്പോ ഇങ്ങനെയെങ്കിലും ഉണ്ട് എല്ലാ മറ്റേ റെക്കോർഡുകളൊക്കെ കാണാതെ ഇവിടെ കണ്ടോ? ഈ പെട്ടിയുടെ ലാസ്റ്റ് മോസ്റ്റ് സ്പെസിഫിക് എംഫസിസ് ഓൺ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അവിടെയാണ് നമ്മൾ അത് വായിച്ചത്. അപ്പൊ അങ്ങനെ ഇന്റേണൽസും എക്സ്റ്റേണൽസും ഉണ്ട്. അതിൽ എക്സ്റ്റേണൽസ് എന്ന് പറയുന്ന ആളുകൾ വിചാരിക്കും തങ്ങളുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓരോ കാര്യവും നടക്കുന്നത് തങ്ങളുടെ എന്തുകൊണ്ടാണ്? ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ വിധിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എക്സ്റ്റേണൽസ് എന്താ വിചാരിക്കണേ? മറ്റ് ഔട്ട്സൈഡ് പവേഴ്സ് കൊണ്ട്, എന്ന് വെച്ചാൽ മറ്റ് പുറത്തുള്ള മറ്റ് ഘടകങ്ങൾ, ശക്തികളാണ് തങ്ങൾക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ ഇടപെടുന്നത് എന്നാണ് എക്സ്റ്റേണൽസ് ബിലീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? രണ്ടും രണ്ടാണ്, അത്രേ ഉള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. ആ ലോക്കസ് ഓഫ് കൺട്രോൾ ഫുൾ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തോ. ആൻഡ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്ക്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലായില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇടയിൽ നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട, അതിനാണ് ഈ ചോദിക്കണേ മനസ്സിലായോ മനസ്സിലായോ എന്ന്. ഓക്കെ, സോ സീ യു. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Okay.